ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക്നെസ് എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു വിഷയമായിരിക്കും ഈ കണ്ണിനടിയിലെ കറുപ്പെന്നുള്ള ഒരു ഇത്. അപ്പോൾ അതെങ്ങനെ മാറ്റാം, അതെന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെങ്ങനെ ഇത് പരിഹരിക്കാം, നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളത് ഞാൻ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ് കേട്ടോ. ഉറക്കമില്ലായ്മ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം ഭയങ്കരമായിട്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഒരു ഉറക്കം നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക്നെസ് മാറുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി നന്നായിട്ട് കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്തും ഒക്കെ നന്നായിട്ട് വെള്ളം പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കണ്ണിനടിയിൽ വെള്ളം നമ്മളിപ്പോൾ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഫുഡിൽ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഇലക്കറികളെല്ലാം നന്നായി ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫോണ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ TV. ഈ സ്ക്രീനിൽ കൂടെയൊക്കെ വരുന്ന ഒരു ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ സ്ട്രെസ് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക്നെസ് വരാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഭാഗം എന്നൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. കാരണം ഭയങ്കര സോഫ്റ്റാണ് അവിടുത്തെ ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൽ കഴുകി കളയാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ മേക്കപ്പ് റിമൂവറൊക്കെ ഇട്ട് നമ്മൾ മേക്കപ്പ് മായ്ച്ച് കളയുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് തൂത്ത് കളയുമ്പോൾ അവിടെ ഡാമേജ് ഒക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ കണ്ണിനടിയിൽ കറുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലോക്കൽ മേക്കപ്പ് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ അതൊന്ന് നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കണ്ണിനടിയിൽ കറുപ്പ് വരാനായിട്ട് അല്ലെങ്കിൽ ഡാർക്ക്നെസ് വരാനുള്ള മെയിൻ കാരണങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടിപ്പിലേക്ക് പോകാം. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നതാണ് നന്നായി വെള്ളം കുടിക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തുക. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, ഫ്രൂട്ട്സ് വെജിറ്റബിൾസും പിന്നെ ഇലക്കറികളൊക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ടിപ്പാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കുക്കുംബറിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ കോട്ടനോ എന്തെങ്കിലുമൊക്കെ പാഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. മാക്സിമം നമുക്ക് അത്യാവശ്യം ഒരു 3 ദിവസത്തേനൊക്കെ ഉള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. നന്നായിട്ട് മുക്കി വെച്ച് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ 2 കണ്ണിലും വെച്ചൊരു കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടീ ബാഗില്ലേ, നമ്മൾ ചായയിലൊക്കെ മുക്കിയിട്ട് എടുക്കുന്ന ആ ടീ ബാഗ് കണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ കണ്ണിനിടയിൽ കറുപ്പ് മാറും. നമ്മുടെ കോഫി പൗഡറും അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കണ്ണിനടിയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചയൊക്കെ കൊണ്ട് നമ്മുടെ നല്ലതായിട്ട് വ്യത്യാസം കാണാം. ഇതൊക്കെ ചെയ്യേണ്ടത് രാത്രിയിലാണ് കേട്ടോ. ഈ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പകല് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കോഫിയും ആലോവേറയും കൂടെ ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കുഞ്ഞു ബൗളിനകത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. വളരെ കുറച്ച് മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കണ്ണിലേക്ക് തൂത്ത് കൊടുക്കാം. നൈറ്റാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടിപ്പ് കാണിച്ചു തരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. മോൾഭാഗത്തും കറുപ്പുള്ളവരുണ്ടായിരിക്കും. എനിക്ക് മോൾഭാഗത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കറുപ്പ് വന്നിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് മോൾഭാഗത്ത് ഇടാത്തത്. മോൾഭാഗത്ത് കറുപ്പുള്ളവരെ കണ്ണിന് ചുറ്റും ഇതിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കളയാം. നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കണ്ണ്. വളരെ പയ്യെ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ടൊന്നും വലിയ കാര്യമായിട്ട് കിട്ടത്തില്ല. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം. ഈ മൂന്ന് ടിപ്പ് പറഞ്ഞു തന്നല്ലോ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എല്ലാം കൂടെ ചെയ്യാൻ നിന്നാൽ അങ്ങനെ ഇതായിട്ട് റിസൾട്ട് കിട്ടത്തില്ല. ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ടീ ബാഗിൻ്റെ ആണെങ്കിലും അലോവേറയുടെ കോഫി പൗഡറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസിൻ്റെയും പൊട്ടറ്റോ ജ്യൂസിൻ്റെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.